2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഈ ഗസ പലസ്റ്റൈൻ ഇഷ്യൂവിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പോൾ പല ആളുകളും പറയുമല്ലോ, എന്താണ് ഒക്ടോബർ 7 ഉണ്ടായതുകൊണ്ടല്ലേ. ഈ ഈ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഫ്രീഡം ഫ്ലോട്ടീല മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ കോalition ഉണ്ട്. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പലസ്റ്റൈൻ സോളിഡാരിറ്റി മൂവ്മെൻറ്റുകൾ അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലൂസ് കോalitionാണ് ഈ ഫ്രീഡം ഫ്ലോട്ടീല മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ 2007 മുതൽ ഗസ ഉപരോധത്തിലാണ്. പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച്, ഗസയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒക്ടോബർ 7 ശേഷമാണ് എല്ലാം ഉണ്ടായത് എന്ന് നമ്മുടെ നാട്ടിലും പറയുന്ന ആളുകളുണ്ട്. പക്ഷേ 2007 മുതൽ ഗസ ഉപരോധത്തിലാണ്. കരമാർഗവും വ്യോമമാർഗവും സമുദ്രമാർഗവും ഉപരോധത്തിലാണ്. അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2 ഭാഗങ്ങൾ ഇസ്രായേലാണ്, 2 ഭാഗങ്ങൾ ഇസ്രായേലാണ്, ഒരു ഭാഗം ഈജിപ്റ്റാണ്. കര വഴി ഇത് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ഉപരോധിച്ച് നിർത്തിയിരിക്കുന്നു, ഇസ്രായേലിൻ്റെ നിർദ്ദേശാനുസരണം ഈജിപ്തും ഉപരോധിച്ച് നിർത്തിയിരിക്കുന്നു. പിന്നെ കടൽ വഴിയാണ് പോകാൻ പറ്റുക. കടൽ വഴിന്ന് ഗസയുടെ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അവിടെ ആർക്കും, ലോകത്തുള്ള ആർക്കും ഗസയിലേക്ക് പ്രവേശിക്കാനും അവിടുന്ന് പുറത്തേക്ക് കടക്കാനും നിയമപരമായി സാധിക്കും. പക്ഷേ 2007 മുതൽ ഇസ്രായേലി നാവി ഷിപ്പുകൾ അത് ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ്. പുറത്തുള്ള ഒരാൾക്കും ഗസയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് കടക്കാൻ പറ്റില്ല, ഗസയിൽ നിന്നുള്ള ആളുകൾക്ക് പുറത്തേക്കും കടക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അവിടുത്തെ ഈ ഫിഷർമാൻ ഉണ്ടല്ലോ, അവരുടെ ഈ പറയുന്ന മീൻ പിടിക്കാനുള്ള പരിധി അത് ഇസ്രായേലാണ് നിശ്ചയിക്കുന്നത്. ഇസ്രായേൽ പലപ്പോഴും അത് അവരുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇനി അനുവദിക്കപ്പെട്ട പരിധിയിൽ വെച്ച് മീൻ പിടിക്കുന്ന ഗസക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ നിരവധി ആളുകളെ വെടിവെച്ച് കൊന്ന് 2007 മുതൽ വെടിവെച്ച് കൊന്ന ചരിത്രമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 50-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഈ മീൻപിടുത്തക്കാർ മാത്രമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2007 ഈ ഉപരോധം ഏർപ്പെടുത്തിയ അന്ന് മുതൽ ഇത് മനുഷ്യവിരുദ്ധമായ ഉപരോധമാണ്. അവിടേക്ക് സാമാന്യമായി ചരക്കുകളുടെയും മനുഷ്യരുടെയും സഞ്ചാരം സാധ്യമാക്കണം എന്ന ആവശ്യം ലോകതലത്തിലുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതിനെതിരായിട്ടുള്ള ഈ ഉപരോധത്തെക്കുറിച്ച് ലോകത്തെ ബോധവൽക്കരിക്കുക, ഉപരോധം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുക, ഈ ആവശ്യത്താണ് ഈ ഫ്രീഡം ഫ്ലോട്ടില മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അവരുടെ ഒരു ഫോക്കസ് ഇതാണ്, ഈ സീജ്, ഉപരോധം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 2007 തുടങ്ങുന്നു. അതിനുശേഷം ഈ നിലക്കുള്ള കപ്പൽ മാർഗേണ ഗസയിലേക്ക് എത്താനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പലതും പറഞ്ഞതുപോലെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പല കാരണങ്ങളാൽ. അതിൽ ഗസയെ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഗസയെ ലക്ഷ്യം വെച്ച് തന്നെ പോകുമെന്ന് പറഞ്ഞ് 2010 മെയ്യിൽ പുറപ്പെട്ടതാണ് ഈ മാവി മർമര ഫ്ലോട്ടില എന്ന് പറയുന്നത്. ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തുർക്കിയിലെ ഇസ്താംബുളിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതാണ് ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ, അത് ഗസയുടെ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലി പട്ടാളം, ഇസ്രായേലി നേവി അതിനകത്ത് അതിക്രമിച്ച് കയറുകയും അവിടെ അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. 9 പേരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. ഒരാൾ പരിക്കുപറ്റ ഒരാൾ പിന്നീട് കൊല്ലപ്പെട്ടു. മൊത്തം 10 പേർ കൊല്ലപ്പെട്ടു. ആ 10 പേരിൽ 9 പേരും ടർക്കിഷ് സിറ്റിസനായിരുന്നു, ഒരാൾ ടർക്കിഷ് അമേരിക്കൻ സിറ്റിസനാണ്. അത് ലോകതലത്തിൽ വലിയ വിവാദം ഉണ്ടായി. ഈ ടർക്കിഷ് ഇസ്രായേലി റിലേഷൻഷിപ്പ് തന്നെ മോശമാകുന്നതിൽ ഡൗൺഗ്രേഡ് ചെയ്യുന്നത് അതിന് ശേഷമാണ്. അത് വലിയ വാർത്തയും വലിയ വിവാദമൊക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ പറയുന്ന ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ആശയം വളരെ നേരത്തെയുള്ളതാണ്. ഈ അമേരിക്കൻ ജേർണലിസ്റ്റായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ആ ലേഡി ഉണ്ടല്ലോ, പേര് മറന്നുപോയി, ഇവോൺ റില്ലിയുടെ നേതൃത്വത്തിൽ ഇതേമാതിരി ഒരു ഫ്രീഡം ഫ്ലോട്ടിൽ മുമ്പ് പുറപ്പെട്ടിരുന്നു. ഇത് തന്നെ കഴിഞ്ഞ മാസം മാൾട്ടയിൽ നിന്നൊരു ഫ്ലോട്ടിൽ പുറപ്പെട്ടു. പക്ഷേ അത് പുറപ്പെട്ട് മാൾട്ടയുടെ ഈ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന ഉടനെ തന്നെ ഇസ്രായേലി ഡ്രോണുകൾ വന്ന് അത് അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ സമാനമായി ഇപ്പോൾ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗ്രേറ്റ തുംബർഗിൻ്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ ഒരു ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള റീമ ഹസൻ ഇതിനകത്ത് ഭാഗമാണ്. അമേരിക്കൻ, കൂടുതലും യൂറോപ്യൻ സിറ്റിസൻസാണ്. അപ്പോൾ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ അതിൽ അതിക്രമിച്ച് കയറി അവരെ വെടിവെച്ച് കൊന്നതുപോലെ ഈ യൂറോപ്യൻ ആളുകളെ കൊല്ലാൻ ഇസ്രായേൽ അങ്ങനെ തുനിഞ്ഞുകൊള്ളണമെന്നില്ല. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ളതുകൊണ്ടായിരിക്കാം വലിയ ആക്രമണം ഉണ്ടായിട്ടില്ല. അവർ കപ്പലിലേക്ക് കടന്നു കയറുന്നു, ആളുകളെ ബന്ദികളാക്കിയിട്ട് ഇസ്രായേലിൻ്റെ തന്നെ തുറമുഖങ്ങളിൽ അഷ്തോദിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
എനിക്ക് തോന്നുന്നു വലിയൊരു കാഷ്വാലിറ്റിയോ വലിയ അതിക്രമമൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആ യാട്ട് കീഴടക്കി തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള പ്രശ്നം ഇതാണ്, എന്താണ് ഫലസ്തീൻ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്നു എന്നുള്ള എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ അതിൽ കടന്നു കയറി അതുള്ള യാത്രക്കാരെ ബന്ദിയാക്കാൻ ഏത് നിയമമാണ് ഇസ്രായേൽ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിയമവിരുദ്ധമായ കാര്യമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. നിയമവിരുദ്ധമായ കാര്യമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരോടാണ് അവർ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആരും അതിനെ ചോദ്യം ചെയ്യാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള ഒരു MP അവരോട് നിയമവിരുദ്ധമായി ഇസ്രായേൽ പെരുമാറിയിരിക്കുകയാണ്. വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു സ്വീഡിഷ് ആക്ടിവിസ്റ്റായിട്ടുള്ള ഗ്രേറ്റ, അവരോട് ഇസ്രായേൽ ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. പക്ഷെ ഇതിനെ ലോകത്താരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെ എന്താണ്? നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ഗസയ്ക്ക് നേരെയുള്ള ഉപരോധം. അത് പിൻവലിക്കണം എന്നൊരാവശ്യം അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് പിന്നെയും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ഇത്തരം യാത്രകളിലുള്ള ലക്ഷ്യം. ആ നിലക്ക് അവർ ലക്ഷ്യം വിജയിക്കുന്നുണ്ട്. നോക്കൂ, ഇസ്രായേലും അമേരിക്കയും അവരുടെ ബില്യൺ കണക്കിന് ഡോളർ മുടക്കിയുള്ള എല്ലാ പ്രൊപ്പഗാൻഡ സാമഗ്രികളും എല്ലാം വിചാരിച്ചിട്ടും ലോക മനസാക്ഷിയിൽ പലസ്തീൻ ഇപ്പോഴും നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഈ ജാതി ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പലസ്തീന് വേണ്ടിയുള്ള സംസാരം നിലക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർ ഈ മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുണ്ട്. നോക്കൂ, ഈ ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ ഒരു ചെറുവഞ്ചിയിൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ അവർ ഒന്ന് ആലോചിക്കണം. ഒരാഴ്ച മുമ്പാണ് ഇതേപോലെ പുറപ്പെട്ടൊരു സംഘത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പുറപ്പെടുന്നത്. വലിയ സന്നാഹങ്ങളും സൗകര്യമുള്ള കപ്പലല്ല, മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് പോകുന്നത്. ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി കപ്പൽ പിളർന്നു കഴിഞ്ഞാൽ കടലിൽ മുങ്ങിച്ചാവുകയല്ലാതെ മറ്റു വഴിയില്ല. സമാനമായത് സംഭവിച്ചിട്ടുണ്ട്. മുമ്പ് മാവി മർമര കപ്പൽ ഇവർ ആക്രമിച്ചിട്ടുണ്ട്, 10 പേരെ കൊന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കുകയും അതിനെയൊന്നും ഭയക്കാതെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടിട്ട് പോലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് ലോകത്തുള്ള സമാധാനവാദികളെ സംബന്ധിച്ചിടത്തോളം, സാമ്രാജ്യ വിരുദ്ധവാദികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള, ആശ്ചര്യകരമായിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സമരം എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അധിനിവേശത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത നമ്മുടെ നാട്ടിലെ കുറേയധികം ബുദ്ധിജീവികൾ ഇതൊക്കെ എന്താണെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്.